ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പഞ്ഞിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന പഞ്ഞിയപ്പം, ഓയിലൊന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പഞ്ഞിയപ്പം. ഷുഗറുകാർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു പഞ്ഞിയപ്പം കഴിക്കാവുന്നതാണ്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. പഞ്ഞിയപ്പത്തിന് വേണ്ടിയിട്ട് റാഗി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 2-3 തവണ കഴുകി വെള്ളം ഒഴിച്ച് 3-4 മണിക്കൂർ കുതിർത്ത് വെക്കാം. റാഗിയിൽ ഒരുപാട് അഴുക്കുണ്ടാവും, അതുകൊണ്ട് ഇതുപോലത്തെ അരിപ്പയിലിട്ട് നന്നായി കഴുകിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. റാഗി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വേവിച്ച ചോറിടാം. 2 ടേബിൾ സ്പൂണ് തേങ്ങയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം. 1/4 സ്പൂണ് ഈസ്റ്റും ചേർക്കാം. കൂടുതൽ ആവശ്യമില്ല, കുറച്ചു നേരം ഇത് പൊന്താനായി വെക്കുന്നത് കാരണം സ്പൂണ് മാത്രമേ ഈസ്റ്റ് ആവശ്യമുള്ളൂ, കൂടുതൽ ആവശ്യമില്ല. എന്തായാലും ഒരു 4 മണിക്കൂറായി ഇത് റെസ്റ്റ് ചെയ്യാനായി വെക്കും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് കൈനെ കൊണ്ടിങ്ങനെ യോജിപ്പിച്ചെടുക്കാം. കൈനെ കൊണ്ടുതന്നെ ഇതുപോലെ ചെയ്യണം, അപ്പോഴാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരിക. ഇതിനി 4-5 മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കാം. എപ്പോഴും മാവ് അരച്ച് വെക്കുമ്പോൾ ഒരു പകുതി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊങ്ങിയിട്ട് ഫുൾ മറിഞ്ഞു പോകും. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അധികം ഇളക്കണ്ട, കുറച്ചാക്കാം. ഇതിനി സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. ഇതുപോലത്തെ ഓരോ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലാണ് പഞ്ഞിയപ്പം സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് എണ്ണ ഇങ്ങനെ തേച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിക്കേണ്ട, ഒരു 3/4 ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും. ഒന്ന് ചൂടായതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി. ഇതിനി ഒരു 15-20 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്തതിന് ശേഷം മാറ്റി വെക്കാം. തണുത്തിട്ടുണ്ട്. ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല അടിപൊളി പഞ്ഞിയപ്പം, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ റാഗിയുടെ ഈ പഞ്ഞിയപ്പം. ഷുഗറുകാർക്കും കൊളസ്ട്രോൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇത് നന്നായിട്ട് കഴിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും മധുരം കുറച്ചും കൂടി അധികം ആക്കിയിട്ട് തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് കഴിക്കാം. ഇനി അതേസമയം കറിയുടെ കൂടെ ആണെങ്കിൽ പഞ്ചസാര ഒന്ന് കുറച്ച് ഏത് കറിയുടെ കൂടെ വേണ്ടിക്കലും, ചിക്കൻ കറിയോ അല്ലെ കടലയോ ഏതിൻ്റെ കൂടെ വേണ്ടിക്കലും കഴിക്കാം. പഞ്ഞിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കടല 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, കുറച്ച് ജീരകം, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക്,
ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വേവിച്ച കടലയിലേക്ക് അരച്ചത് ഒഴിക്കാം. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിടാം. കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാം. ഒരു സ്പൂണ് ഗീ ചേർക്കാം. അതിലേക്ക് സവാള ഒന്ന് വഴറ്റാം. ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇടാം. ഇതിനി കടലക്കറിയിലേക്ക് ഒഴിക്കാം. ഇനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. റാഗി അപ്പത്തിൻ്റെ കൂടെ ഞാൻ എടുക്കുന്നത് ചിക്കൻ കറിയും അതുപോലെ കുറച്ച് കടലക്കറിയും. നല്ല സോഫ്റ്റാണ് ഈ അപ്പം. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ പഞ്ഞിയപ്പം അത്രയ്ക്ക് സോഫ്റ്റാണ്. നല്ല എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാനും കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ പഞ്ഞിയപ്പം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.